നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ഫലം ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് സൂചിപ്പിക്കുന്നത്. LDF സിറ്റിംഗ് സീറ്റ് UDF തിരിച്ചുപിടിക്കുകയും 11,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടാനും UDFന് സാധിച്ചു. കൂടാതെ PV അൻവർ പിടിച്ച 20,000-ത്തോളം വോട്ടും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വോട്ടുകളാണ്. ഈയിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം UDF തുടർച്ചയായ വിജയം കൊയ്യുന്നത് ഈ ഭരണം ജനം മടുത്തുവെന്നതിന്റെ സൂചന തന്നെയാണ്. ജനം ചർച്ച ചെയ്യേണ്ട പല പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടുകയും പകരം വർഗീയ ധ്രുവീകരണമുണ്ടാക്കി വോട്ടുകൾ ഭിന്നിപ്പിക്കാനുമാണ് CPM ശ്രമിച്ചത്. സ്വരാജ് എന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ മത്സരിക്കാനിറക്കിയിട്ടും എല്ലാ ബൂത്തിലും പിറകിൽ പോകേണ്ടി വന്നു. സ്ഥാനാർത്ഥിക്ക് അനാവശ്യമായ പരിവേഷങ്ങൾ നൽകി ജനകീയ പ്രശ്നങ്ങൾ കണ്ണടക്കാൻ നോക്കിയതിന്റെ പ്രഹരമാണ് ഈ തോൽവി. എല്ലാം ജനം തിരിച്ചറിയുന്നുണ്ടെന്ന് ഒരിക്കൽ കൂടി CPMനെ ബോധ്യപ്പെടുത്തുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്. വടകരയിലെ കാഫിർ വിവാദവും പാലക്കാട്ടെ നീലപ്പെട്ടിയും നിലമ്പൂരിലെ ജമാഅത്തെ ഇസ്ലാമിയും ജനം പുറങ്കാലുകൊണ്ട് തട്ടിക്കളയുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം. മലയോര കർഷകർ അടക്കമുള്ള ആശാവർക്കർമാർ ഉൾപ്പെടെയുള്ള തൊഴിലാളികളുടെ വിജയമാണ് നിലമ്പൂരിലേത്. തൊഴിലാളികളെ മറന്ന് ജനങ്ങളെ മറന്ന് സമരക്കാരെ അടിച്ചമർത്തുന്നതിനെതിരെ LDFന് ജനം നൽകിയ തിരിച്ചടി കൂടിയാണ് നിലമ്പൂർ.